യേശു കർത്താവ് പറയുകയാണ്, യേശുവിനെ പിതാവ് അറിഞ്ഞതുപോലെ പിതാവ് എന്നെയും അറിയുകയും ചെയ്യുന്ന പോലെ എനിക്കിവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. യേശുവിന്റെ കൂടെ നടക്കുന്ന ഓരോരുത്തരെയും യേശു അറിയുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ നല്ലിടയനായ യേശുവിന്റെ ഒരു പ്രത്യേകത. നമ്മൾ ഓരോരുത്തരെയും എൻ്റെ കർത്താവ് ഓരോ നിമിഷവും നമ്മളെ അറിയുകയാണ്. ആ നല്ല ഇടയന്റെ പാതയിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. എന്നാൽ ഈ കാലങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഓരോരുത്തരും ആ ഇടയന്റെ പാത പോകാതെ വഴിതെറ്റി പല രീതിക്ക് അവരുടെ സ്വന്തം രീതിക്ക് കടന്നു പോവുകയാണ്. ഒരു ഇടയൻ എന്ന് പറയുന്നത് തന്റെ ആടുകളെ നല്ല രീതിയിൽ മേയ്ക്കുവാൻ കഴിവുള്ള ഒരാളാണ്. ആ ഇടയൻ ഓരോ ആടുകൾക്കും ഓരോ പേരുകൾ കൊടുത്തിരിക്കും. തന്റെ ആട് ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയാൽ ആ ഇടയന് ഭയങ്കര വിഷമമാവും. ആ ഇടയൻ ആ ബാക്കി ഉള്ളതിനെ അവിടെ നിർത്തിയിട്ട് ആ കാണാതെ പോയ ഒന്നിനെ തേടി ഇറങ്ങുന്ന ഒരു ഇടയനാണ് നമ്മുടെ കർത്താവായ യേശു കർത്താവ്. ആ ഇടയന്റെ പാത പിൻപറ്റി പോകുന്ന ഒരാടുകള് ഒരു വഴിയിലും തെറ്റിപ്പോകുവാൻ ഇടവരില്ല. ആ ഇടയൻ ക്രിസ്തുവാകുന്ന ഇടയന്റെ പാതയിൽ നമ്മൾ ഓരോരുത്തരും കടന്നു പോവുകയാണെങ്കിൽ ഒരു വഴിയും തെറ്റാതെ ആ നിത്യരാജ്യത്തിൽ എത്തുവാൻ നമുക്ക് സാധിക്കും.